ഇന്ന് യോഗം കൂടുന്നത് ഗാന്ധി അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ അധ്യക്ഷനായി സഖാവ് അഷ്ടമി ക്ഷണിച്ചുകൊണ്ടു. സഖാക്കളെ, ഡിവൈഎഫ്ഐ ചാല മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനുവരി 30 ഗാന്ധി അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ യോഗത്തിൽ സ്വാഗതം ആശംസകൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ ചാല മേഖലാ സെക്രട്ടറി സഖാവ് അരൂപിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഡിവൈഎഫ്ഐ ചാല മേഖല കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗാന്ധി അനുസ്മരണ ദിനമാണ് ഇന്ന് വൈകുന്നേരങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഏറെ പ്രിയപ്പെട്ട സഖാവ് അഷ്കറിനെ സ്വാഗതം ചെയ്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടകനായ സഖാവ് മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറിയുമായ സുന്ദർ സഖാവിനെ ഏറെ നേരത്തോടു കൂടി സ്വാഗതം ചെയ്തു വന്നു. അതോടൊപ്പം തന്നെ പാർട്ടി CPM ചാല ഏരിയ കമ്മിറ്റി അംഗവും CPM ചാല ലോക്കൽ സെക്രട്ടറിയുമായ സഖാവ് മണികണ്ഠനെ ഏറെ ആദരവോട് തന്നെ സ്വാഗതം ചെയ്തു വന്നു. അതോടൊപ്പം തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി മെമ്പർമാർ, ഡിവൈഎഫ്ഐ സഹാക്കൾ എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജനുവരി 30 ഗാന്ധി അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയിട്ടായുള്ള പ്രിയപ്പെട്ട സുന്ദരനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ സഖാവ് അസ്കർ, ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി സഖാവ് അനൂപ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം സഖാവ് വിജയ്, CPIM ചാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CIT നേതാവുമായിട്ടുള്ള സഖാവ് M മണികണ്ഠൻ, സഖാവ് മെഹദാദ് അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒത്തുചേരുന്നതിൻ്റെ ഉദ്ദേശം 77 വർഷങ്ങൾക്ക് മുന്നേ 1948 ഇതേ ദിവസം അന്നത്തെ വർഗീയ ഭ്രാന്തന്മാരുടെ കടാരക്കീഴിൽ കൊലക്കത്തിക്ക് ഇരയായ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ആളുകളും സ്നേഹത്തോടെ സ്മരിക്കുന്ന, രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായാണ് ഈ ജനുവരി 30 ഡിവൈഎഫ്ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഡിവൈഎഫ്ഐ ഈ കേരളത്തിലെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിക്കുകയാണ്. ഇന്ന് 2025 നമ്മൾ ഈ രക്തസാക്ഷി ദിനം ആചരിക്കപ്പെടുന്ന വേള എന്ന് പറയുന്നത് 77 വർഷങ്ങൾക്ക് മുന്നേ ഗാന്ധിജിയെ കൊലപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറായ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ രാജ്യം ഭരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിരുന്നു. മഹാത്മാഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ തോക്കിനിരയായി മരണപ്പെട്ടതല്ല. ഈ രാജ്യത്തെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ വേർതിരിക്കണം എന്നുള്ള ആവശ്യം അന്നു മുതലേ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ ഭ്രാന്തന്മാരുടെ കൊലക്കത്തിക്ക് ഇരയായതാണ്. അന്ന് അവർ ഉയർത്തിയ മുദ്രാവാക്യം ഇനി രാജ്യത്തിലുടനീളം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അവർ ഈ രാജ്യത്തിൻ്റെ ഭരണം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഈ രാജ്യത്ത് RSS എന്ന് പറയുന്ന വർഗീയ സംഘടന, രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ
സ്വയം സേവക് സംഘം. അവർക്ക് പല വിഭാഗത്തിലുള്ള പല രീതിയിലുള്ള വർഗ സംഘടനകൾ നിലവിലുണ്ട്. ഇപ്പോൾ 100ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുക, 100ാം വാർഷികം ആഘോഷിക്കപ്പെടാൻ വേണ്ടിയിരിക്കുക. 100 വർഷത്തിന് മുന്നേ RSS എന്താണോ ഉദ്ദേശിച്ചത്, അവർ ആ സംഘടന രൂപം കൊടുക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അജണ്ടയായി പ്രഖ്യാപിച്ചത്, ആ അജണ്ട ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി, ഒരു വഴിയായി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, RSSന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് എന്താണ്? RSSന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് വർഗീയപരമായി ആളുകളെ ചേരിതിരിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഒരു വിഭാഗത്തിന്റെ പാത്രമായി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, മുദ്ര കുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് RSSന്റെ അജണ്ട. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ വ്യത്യസ്തമാവുന്നത് തന്നെയാണ്. ഇന്ത്യ എന്നുള്ള പേര് തന്നെ അവർ മാറ്റാൻ വേണ്ടി തയ്യാറായി. പല ഘട്ടങ്ങളായി അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാവുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇവിടെ പലതരത്തിലുള്ള പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്, പല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത ആളുകളുമുണ്ട്. ഇതെല്ലാം കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം. നമുക്ക് മറ്റു രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ അവിടെ ഭൂരിപക്ഷം ഏത് വിഭാഗമാണോ എന്നുള്ളത് ആ വിഭാഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവുമായി RSS സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്നുള്ളത് ഒരു മതമാണോ, ഒരു ജാതിയാണോ എന്നുള്ളത് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതുമല്ലേ. അതിന്റെ യാഥാർത്ഥ്യം പരിശോധിച്ച് പോവാണെങ്കിൽ അതൊരു ജാതിയോ മതമോ അല്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു സംസ്കാരമാണ്. അപ്പൊ അതിനെ പലതരത്തിൽ പല ആളുകളുടെ തലയിൽ ജാതീയപരമായി കുത്തിക്കയറ്റിക്കൊണ്ട് വർഗാടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി രൂപം കൊണ്ട നാൾ മുതൽ ഇന്നും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പേര് തന്നെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഇന്ത്യ എന്നല്ല അറിയപ്പെടുന്നത് ഭാരതം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുക. ഭക്ഷണത്തിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന രാജ്യമായി നമ്മുടെ നാട് മാറുകയാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, നിങ്ങളത് പരിശോധിച്ചതുകൊണ്ട് BJP കേന്ദ്രത്തിൽ എന്ന് അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന കുറച്ചു നാളുകൾക്കിടയിൽ ആരംഭിച്ചതാണ് ഇത്തരത്തിലുള്ള ജാതീയപരമായ വേർതിരിവുകളുടെ ഭാഗമായിട്ടുണ്ടായ സംഘർഷങ്ങളും ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സംഘർഷങ്ങളും നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രയോ കാലം മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും ഭരണം നേതൃത്വപരമായി മുന്നോട്ട് കൊണ്ടുപോയ വേളയിൽ പോലും ഭക്ഷണത്തിന്റെ പേരിൽ എവിടെയെങ്കിലും കൊലപാതക രാഷ്ട്രീയം നടപ്പിലായതായി നിങ്ങൾക്ക് ചരിത്രത്തിന്റെ എവിടെയെങ്കിലും വായിക്കാൻ വേണ്ടി കഴിയും. അത് നടപ്പിലാവുന്നത് BJPക്ക് പൂർണ്ണ അധികാരം, പൂർണ്ണ മേധാവിത്വമുള്ള ഒരു ഭരണം നടപ്പിലാവുമ്പോഴാണ് ഈ രീതിയിലുള്ള ഭക്ഷണത്തിന്റെ പേരിൽ അടക്കം ഈ രാജ്യത്ത് കൊലപാതകങ്ങൾ നടക്കുന്ന നിലയിലേക്ക് രാജ്യം മാറുന്നത്. മറ്റൊന്നെന്താണ്, നമ്മുടെ നാടിനെ ഏകഭാഷ രാജ്യമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോവുക. ഞാൻ ഈ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇന്ത്യക്കകത്ത് ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ചെറുതും വലുതുമായി പെടുന്ന വിഭാഗങ്ങൾ
പലതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഭാഷകൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു ഭാഷ എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോവുക. ഇതാണ് RSSന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. മറ്റൊന്നില്ല, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അവർ നടത്തുമ്പോൾ മറുഭാഗത്ത് വർഗീയപരമായി ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഒരു ഹിന്ദു വിഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും മറുവശത്ത് അവർ മുസ്ലിം വിഭാഗം എന്ന് ചേരിതിരിച്ചുകൊണ്ടും ക്രിസ്ത്യൻ വിഭാഗം എന്ന് ചേരിതിരിച്ചുകൊണ്ടും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ആളുകൾക്കിടയിൽ സാഹോദര്യത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാടിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ നാടിന്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുക. ഒരാള് ട്രെയിൻ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വീട്ടിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനം കൊണ്ട് പോകുമ്പോഴത്തേക്കും അയാളുടെ പേര് എന്താണെന്ന് ചോദിച്ച് അതൊരു വിഭാഗത്തിന്റെ, ഒരു മുസ്ലിം വിഭാഗത്തിന്റെ ഉള്ള പേരാണെങ്കിൽ അയാൾ കൊണ്ടുപോകുന്നത് എന്താണ്, ഗോമാംസമാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന നിലയിലേക്ക് നാട് മാറി. ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷം തുടർന്നുള്ള ഇന്നിപ്പം 3-ാം തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പൂർണ്ണമായുള്ള 2 ഭരണ സംവിധാനം നമ്മൾ നോക്കി പരിശോധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ഈ നരേന്ദ്രമോദി നേതൃത്വം കൊടുത്ത് രാജ്യം ഭരിക്കുന്ന സമയത്താണല്ലോ നമുക്ക് കോവിഡ് എന്നുള്ളൊരു മഹാമാരി രാജ്യത്തിലുടനീളം പടർന്ന് പന്തലിച്ചത്. ഈ രാജ്യത്താകമാനം കോവിഡ് പടർന്ന് പന്തലിച്ചപ്പോഴത്തേക്കും ഈ രാജ്യത്തെ ജനങ്ങളെ മാറോട് ചേർത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഈ നാട്, ഈ രാജ്യത്തിന്റെ ഭരണകൂടം നേതൃത്വം നൽകിയത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള നിലയിലേക്ക് ആ സംഘടനയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായി ഈ ഭരണത്തെ മാറ്റിക്കൊണ്ടിരിക്കുക. അവരെ എത്രയെത്ര പ്രതിസന്ധികളാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മുന്നിൽ അവർ അടിച്ചേൽപ്പിച്ചത്. നോട്ട് നിരോധനം നമ്മളെല്ലാം ഓർക്കുന്നതല്ലേ. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നവംബർ മാസം 8-ാം തീയതി 8 മണിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ അവതരിച്ചുകൊണ്ട് ഒരു അഭിസംബോധന പ്രസംഗം എന്ന രൂപത്തിൽ തട്ടിവിടുകയാണ്. ഇന്ന് രാത്രി അർദ്ധരാത്രി മുതൽ ഇന്നെന്റെ നോട്ടുകൾ ഈ രാജ്യത്ത് വില പോവില്ല എന്ന്. സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ദിവസവേതനം എന്ന് പറയുന്നത് 1000-ഉം 1500 രൂപയും കൊടുക്കുമ്പോഴത്തേക്കും 500-ന്റെ 3 നോട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ബാങ്കുകളിൽ കൊണ്ടിടുമ്പോഴത്തേക്കും എന്താണ് അവസ്ഥ? 5000 രൂപ 10000 രൂപ മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ മാസം അതിന് ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീടുകളിൽ ഭദ്രമായി അവരുടെ വരുമാനം സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മുടെ നാട്. അവിടെയാണ് ഇത്തരത്തിൽ രാത്രി അവതരിച്ചുകൊണ്ട് പറയുന്നത് ഇന്നിതാ ഇത് നിരോധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള പുറത്തുള്ള മുഴുവൻ കള്ളപ്പണവും രാജ്യത്തിനകത്തുള്ള കള്ളപ്പണവും ഞാൻ ഇതാ പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. എത്ര വർഷം കഴിഞ്ഞു? അതുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കിയത് കൊണ്ട് ഈ നാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, അത് നടപ്പിലാക്കിയത് കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടായത് എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഈ നിയമം നടപ്പിലാക്കിയ ഭരണകൂട വർഗത്തിന്റെ ഭരണാധികാരികൾക്കില്ലേ? പിന്നെ പറഞ്ഞു ചിപ്പ് അടക്കം വെച്ചുകൊണ്ടുള്ള നോട്ട് നമ്മുടെ രാജ്യത്ത് വിപണിയിൽ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പതാ 2 ദിവസം മുന്നേ മാതൃഭൂമിയിൽ മറ്റു പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ മുഴുവൻ നോട്ട് നിരോധിക്കാൻ പോവുകയാണെന്നുള്ളതാണ്.
ഇതൊക്കെ രാജ്യത്ത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണോ എന്നുള്ളത് പരിശോധിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഏത് വിഷയം നടപ്പിലാക്കണമെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരുടെ അഭിപ്രായം തേടണ്ടേ? ആ രീതിയിലുള്ള ഒരു പഠനം നടത്തണ്ടേ? ഇത് ഇത്തരത്തിൽ നിരോധിക്കപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യത്തിന് ഉണ്ടാവുന്ന കുറവുകൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കപ്പെടണ്ടേ? ആ ഉണ്ടാവുന്ന കുറവുകൾക്ക് നമുക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് പഠിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല വിഷയം നടപ്പിലാക്കേണ്ടത്. പത്രത്തിൽ വന്ന വാർത്തകളെടുത്ത് പരിശോധിക്കുക. ഇനിയിപ്പോ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. എവിടെ പോയാലും ജിപേയും ഫോൺ പേയും വഴി ട്രാൻസാക്ഷൻ നടക്കുക. ലിക്വിഡായിട്ടുള്ള മണി ട്രാൻസാക്ഷൻ നമ്മുടെ നാട്ടിൽ നിരോധിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രായോഗികമായിട്ട് നടക്കുന്ന വിഷയമാണ്. നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തൊക്കെ അത്യാവശ്യം ജിപേയും കാര്യങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും കേരളം വിട്ട് പുറത്തു പോകണം. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള 1, 2, 3 സംസ്ഥാനമല്ല. അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ എത്ര പേർക്കാണ് ഫോണുള്ളത്, എത്ര പേർക്കാണ് നെറ്റ് ഉള്ളത്, ആ നെറ്റും ഫോണുമുള്ള എത്ര പേർക്കാണ് ഇത് ഉപയോഗിക്കാൻ അറിയുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടി. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് നിങ്ങളുടെ ജനറേഷനും നമ്മളെ പോലുള്ളവർക്കൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ വീട്ടിലെ പ്രായം കൂടിയ ആളുകൾക്ക് കടയിൽ പോയ മൊബൈൽ വഴി ജിപേ ചെയ്യാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പഠനവും നടത്തുന്നില്ല, ചുമ്മാ അങ്ങ് പ്രഖ്യാപനം നടത്തുക. അതുപോലെ തന്നെ മറുവശത്ത് വർഗീയപരമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുക. ഒരു വശത്ത് ജനദ്രോഹ നയങ്ങളുമായി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മറുവശത്ത് വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഈ രാജ്യത്ത് നിന്ന് മുസ്ലിം വിഭാഗത്തെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. മുസ്ലിം എന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചാൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് സ്വയം മുദ്രകുത്തി അവരെ ഇല്ലാത്തതും കൊല്ലാത്തതുമായ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ രാജ്യത്ത് നിന്നും പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന നിലയിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായി. അതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധങ്ങളടക്കം നടത്തിയ യുവജന സംഘടനയുടെ ഡിവൈഎഫ്ഐ. ഇനി തുടർന്നും അത്തരത്തിൽ ആ നിലയിലേക്ക് പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു യുവജന സംഘടനയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി മൂന്നാമത് രാജ്യത്തിന്റെ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരമായിട്ടുള്ള ഭരണഘടനയെ വരെ മാറ്റാൻ വേണ്ടി തയ്യാറായവരാണ് എന്നുള്ളത് തിരിച്ചറിയണം. അതിന്റെ പഠനവും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ മൃഗീയമായ ഭൂരിപക്ഷം അവർക്ക് നടപ്പിലാക്കി എടുത്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും 5 വർഷം കൊണ്ട് അവർ നടത്തി പൂർത്തീകരിച്ചു. അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഭരണഘടന പൂർണ്ണമായി മാറ്റാൻ തയ്യാറാവാതെ അതിൻ്റെ അകത്തുള്ള കണ്ടന്റുകൾ ഒന്നൊന്നായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തിരുത്താൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇതിനെതിരെയെല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ട യുവജന സംഘടനയാണ് തീരുന്നത്. ആ നിലയിലേക്ക് നമ്മുടെ സംഘടന മാറേണ്ടതായിട്ടുണ്ട്. ഈ തിരുവോണങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരെയും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അവരെ ഈ വിഷയങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഗാന്ധി ജയന്തിയാണ്, അല്ലേ? ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഗാന്ധി ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഗാന്ധി ജയന്തി ദിവസം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുന്നതിന് മുന്നേ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ നമ്മുടെ നാട് മുഴുവനും ശുചീകരിക്കുകയും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണ്, അല്ലേ? ഇപ്പോൾ അതേ ദിവസം സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്.
ഒക്ടോബർ 2-ാം തീയതി ഇന്ത്യയിലാകമാനം നടക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണ്? സ്വച്ഛ് ഭാരത് അല്ലേ? സ്വച്ഛ് ഭാരത് എന്നുള്ള പദ്ധതി നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ സ്വച്ഛ് ഭാരതിന്റെ പദ്ധതിയുടെ പ്രഖ്യാപനത്തിലോ അല്ലെങ്കിൽ പരസ്യത്തിലോ പ്രചരണത്തിലോ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെറ്റീരിയലുകളിലും ഒരു പ്രചരണത്തിലും ഗാന്ധിജിയുടെ ഫോട്ടോ ഇല്ല. മറിച്ച് എന്താണ്? മുഖമില്ല. മറിച്ച് ഗാന്ധിജിയുടെ കണ്ണട മാത്രമേ ഉള്ളൂ. വരുന്ന തലമുറയ്ക്ക് ഗാന്ധിജിയുടെ മുഖം മറക്കണം. ഗാന്ധിജി ആരാണെന്നുള്ളത് അവർ മറക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമാണത്. ഒരേ സമയത്ത് ഗാന്ധി ജയന്തി ആഘോഷിക്കുകയും മറിച്ച് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന സംഘപരിവാർ നേതാവിന്റെ ആ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അപ്പൊ ആ അദ്ദേഹം ആരെയാണ് അനുസ്മരിക്കുന്നത്? ആരെയാണ് അംഗീകരിക്കുന്നത്? ഗാന്ധിജിയെയാണോ ഗോഡ്സെയാണോ? ചർച്ച ചെയ്യേണ്ടേ? ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ ബോധ്യപ്പെടേണ്ടേ? ഗാന്ധിജിയെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി വെറുതെ മരിച്ചതല്ലല്ലോ, അറ്റാക്ക് വന്ന് മരിച്ചതല്ലല്ലോ, ആക്സിഡന്റിൽ മരിച്ചതല്ലല്ലോ. നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് വെടിവെച്ച് കൊന്നതാണ്. അത്തരത്തിൽ ചർച്ചയിൽ പറഞ്ഞപ്പോഴത്തേക്കും ചർച്ചയുടെ ഭാഗമായി ടെലിവിഷനിൽ RSSന്റെ വക്താവായി BJPയുടെ വക്താവായി എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ഇപ്പോ അതേ ഗാന്ധിജി പടുത്തുയർത്തിയ തുടക്കം കുറിച്ച പ്രസ്ഥാനത്തിന്റെ വക്താവായി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടത്തുകയാണ്. അപ്പൊ ഇത് ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥ ജനകീയ പ്രവർത്തനമോ ജനക്ഷേമ പ്രവർത്തനമോ അല്ല. അവിടെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നു. നിങ്ങൾ മനസ്സിലായി, ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ആദ്യ തവണ BJP രാജ്യത്തിന്റെ അധികാരം പിടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 10 വർഷം രാജ്യം ഭരിച്ചപ്പോഴത്തേക്കും അവർ ഈ നാട്ടിൽ നടപ്പിലാക്കിയ ജനദ്രോഹപരമായിട്ടുള്ള വിഷയങ്ങൾ, ആ ജനദ്രോഹപരമായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ഉണ്ടായ എതിർപ്പ്, ആ ജനങ്ങൾക്കുണ്ടായ പ്രതിഷേധം, ആ പ്രതിഷേധം 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ ആ പ്രസ്ഥാനത്തിനെതിരെ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് BJPക്ക് ഈ രാജ്യത്ത് മൃഗീയ ഭൂരിപക്ഷം ഭരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അധികാരം ലഭിക്കുന്നു. അന്ന് ഈ രാജ്യത്ത് പ്രതിപക്ഷമായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചതിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഏതാണ്? നമ്മളെയൊക്കെ ബാധിക്കുന്ന വലിയൊരു വിഷയം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവാണ് അല്ലേ? ഈ നവമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ പ്രചരിച്ചു വന്നപ്പോഴത്തേക്കും അവർ പോലും വിചാരിച്ചു കാണില്ല അവർ അന്ന് നടത്തിയ സമരമൊക്കെ വീണ്ടും പൊട്ടി വരുമെന്നുള്ളത്. അതിന്റെ ചിത്രങ്ങളൊക്കെ വീണ്ടും റിമൈൻഡറായി ജനങ്ങൾക്കിടയിൽ വരുമെന്നുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ അവർ നടത്തിയ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ രാജ്യത്തുണ്ടായി. അത് ജനങ്ങളുടെ വലിയ തരത്തിലുള്ള മതിപ്പുണ്ടാക്കിയെടുത്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ച സർക്കാർ നടത്തിയ അഴിമതി കഥകൾ, ആ അഴിമതിയും ഇത്തരത്തിലുള്ള ജനദ്രോഹ നയങ്ങളും കോൺഗ്രസ് നടപ്പിലാക്കിയപ്പോഴത്തേക്കും അതിന് നേട്ടം കൊയ്തത് BJPയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UPA രാജ്യം ഭരിച്ച വേളയിൽ അന്നീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഗുജറാത്ത് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി ഉയർന്നു വരുന്നത് കൊണ്ട് അന്ന് ഈ വിലവർദ്ധനവിന്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ, നിയന്ത്രണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് വില തീരുമാനിച്ചു കൊടുക്കുന്നത്. അന്ന്
നരേന്ദ്രമോദി ചെയ്തത് അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് ഒരു തുറന്ന കത്തെഴുതി. തുറന്ന കത്താണ്. ഇത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം നിങ്ങൾ കുത്തക കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നത് കൊണ്ടാണ് ഈ വില കൂടുന്നത് തടയാൻ വേണ്ടി കഴിയാത്തത്. ആ അധികാരം സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാക്കിക്കൊണ്ട് പെട്രോളിന്റെ മാത്രമല്ല മുഴുവൻ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി കത്തെഴുതിയത്. അതേ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ചെയ്തതെന്താണ്? UPA ഭരണകാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിന്റെ വില മാത്രം തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം കുത്തക കമ്പനികൾക്കുണ്ടായിരുന്നെങ്കിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം മുഴുവൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം എന്ത് ചെയ്തു? കുത്തക കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തു. ഇപ്പൊ അവരാണ് തീരുമാനിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില ക്രമാതീതമായി കുറയുമ്പോഴത്തേക്കും പെട്രോളിയം ഉൽപ്പന്ന വില കുറയേണ്ടതാണ്. പണ്ട് V മുരളീധരൻ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, അതല്ല വസ്തുത. ഒരു 10-15 വർഷത്തിന് മുന്നേ, ഇപ്പൊ എല്ലാം നമുക്ക് ഗൂഗിൾ വഴി ലഭ്യമാണല്ലോ, ഒരു 10-15 വർഷത്തിന് മുന്നേ ക്രൂഡ് ഓയിലിന്റെ ഒരു ബാരലിനുള്ള വില എടുത്ത് പരിശോധിക്കുക, അന്നത്തെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ പെട്രോളിന്റെ വില പരിശോധിക്കുക, ഇപ്പോഴത്തെ ഒരു ക്രൂഡ് ഓയിലിന്റെ ബാരലിന്റെ വില പരിശോധിക്കുക, പെട്രോളിന്റെ വില പരിശോധിക്കുക. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു നിൽക്കുകയും പെട്രോളിന്റെ വില കൂടി നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുത്തക കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുക, അതുവഴി അവരുടെ ഫണ്ടിങ് വഴി നമ്മുടെ രാജ്യത്ത് RSSന്റെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ലക്ഷ്യമായി മുന്നോട്ട് പോകുക. ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കോടിക്കണക്കിനുള്ള രൂപയില്ലേ അതുവഴി അവർ സ്വരൂപിച്ചത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് BJP ആണ്. അപ്പോൾ ഒരു വശത്ത് രാജ്യം ഭരിക്കുന്ന സർക്കാർ ജനങ്ങൾക്കെതിരെ ജനദ്രോഹ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. നമ്മുടെ നാടെടുത്ത് പരിശോധിക്കും. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തെ രണ്ടാം പിണറായി സർക്കാർ 10 വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. 2 കൊല്ലം കൂടെ കാണുന്നത് രണ്ടാം ടേം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാവുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഈ നാട്ടിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒന്നൊന്നായി നമുക്ക് എടുത്ത് മറ്റു രാജ്യങ്ങളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം, ചർച്ച ചെയ്യണം. അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് കോവിഡ് മഹാമാരി വളർന്ന് പന്തലിച്ച് പിടിച്ചപ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം എടുത്ത ഏക സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ രാജ്യത്തെ മറ്റു ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത നിലയിലുള്ള ജനങ്ങളെ മാറോട് ചേർത്തണച്ചുകൊണ്ട് ഒരു ജീവൻ പോലും, മനുഷ്യജീവൻ മാത്രമല്ല, മൃഗമായാലും പക്ഷിയായാലും പട്ടിയായാലും കുരങ്ങായാലും ആരായാലും ഒരു ജീവനും ആപത്തുണ്ടാവരുത്, ഒരു ജീവനും നഷ്ടപ്പെടരുത് എന്നുള്ള നിലയിലേക്ക് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു ജനകീയ സർക്കാരാണ് നമ്മുടെ നാട് ഭരിച്ചത്. നിലവിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ജനക്ഷേമ പെൻഷൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. UDF ഭരിച്ച കാലത്ത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 500 രൂപയും 600 രൂപയാണ്. ഈ ക്ഷേമ പെൻഷൻ നാട്ടിൽ ആദ്യം നടപ്പിലാക്കുന്നത് EK നായനാർ ഭരിക്കുമ്പോഴാണ് ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ നാട്ടിൽ നടപ്പിലാക്കുന്നത്. അന്ന് നടപ്പിലാക്കിയ തുക ചെറിയ തുകയാണ്. അവിടെ നിന്നാണ് ഇന്ന് 1600 രൂപയിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ ജനക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുടെ കൈകളിൽ എത്തുന്നത്. 1600 രൂപ എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയൊരു സംഖ്യയല്ല. 400 രൂപ 18 മാസം കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ആ 400 രൂപ 18 മാസം കുടിശ്ശിക വെച്ചിട്ട് പോയ UDF സർക്കാരിൽ നിന്നും ഭരണം തിരിച്ചു പിടിച്ചപ്പോഴത്തേക്കും ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത് 1000 രൂപയെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്നുള്ള വാഗ്ദാനമാണ് ചെയ്തത്. ആദ്യം അധികാരത്തിൽ വന്നപ്പോഴത്തേക്കും ഒപ്പിട്ട പ്രധാന ഫയലുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി തീർക്കുകയും 1000 രൂപയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട തീരുമാനമാണ് അന്നത്തെ സർക്കാർ ആദ്യം എടുത്തത്.
ആ 1000 രൂപയിൽ നിന്നും ഇപ്പം 1600 രൂപയിലെത്തി നിൽക്കുകയാണ്. 2000 ആക്കണമെന്നുള്ള പ്രഖ്യാപനവുമായി പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ സാമ്പത്തികം കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇത് മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ അതിലും ഇടപെട്ടുകൊണ്ട് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടിശ്ശിക തീർക്കാൻ കഴിയാതിരിക്കുക, എന്നിട്ടും ഇപ്പോഴും 2 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ നാടിനെ സാമ്പത്തികപരമായി എങ്ങനെയൊക്കെ ഞെരുക്കാൻ വേണ്ടി കഴിയുമോ ആ നിലയിലെല്ലാം നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ ഇടതുപക്ഷം ഭരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ ജനങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി കിട്ടേണ്ട തുക എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നല്ല. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് പല വിഭാഗത്തിലുമായി ബന്ധപ്പെട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത്. പല വിഭാഗത്തിൽ വിദ്യാഭ്യാസ മേഖലയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഞ്ഞി വിതരണം, ഉച്ചഭക്ഷണ വിതരണത്തിനടക്കം സബ്സിഡികൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയുമായിട്ടുള്ള വീടുകളിൽ അനുവദിക്കുന്നതിനകത്ത് കൊടുക്കുന്ന തുക തുച്ഛമായ തുകയാണ്. കേരളത്തിൽ മാത്രമാണ് ഒരു വീട് വയ്ക്കാൻ 4.25 ലക്ഷം രൂപ കൊടുക്കുന്നത്. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് മെട്രോ നഗരങ്ങളാണെങ്കിൽ 1.25 ലക്ഷം രൂപയാണ്, ഗ്രാമപ്രദേശമാണെങ്കിൽ 75,000 രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം. ബാക്കി 3.5 ലക്ഷം രൂപ കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ വിഹിതമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. അവിടെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഈ സാമ്പത്തികം മൊത്തം കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണെന്നുള്ളത്. ഇപ്പൊ അതിന്റെ വസ്തുതയൊക്കെ ജനങ്ങൾ ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് ആ പ്രചരണം അവരങ്ങ് മാറ്റി അല്ലേ. അതിൻ്റെ അകത്തുള്ള വിഹിതങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്, അത് പിടിച്ചു വെക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ഏത് തരത്തിൽ ഏത് നിലയിൽ ഞെരുക്കാൻ പറ്റുമോ അങ്ങനെ ഞെരുക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ പ്രസ്ഥാനത്തെയും ഈ ഇടതുപക്ഷത്തെയും അകറ്റാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളുമായി മുന്നോട്ട് പോവുക. അത്തരത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ നാട്ടിലെ യുവജനങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ നാടിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. ആ യുവജനങ്ങളെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാവണം. ഈ വിഷയങ്ങൾ അവരെ പറയുവാൻ വേണ്ടി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. ഈ നാട്ടിലുള്ള നടക്കുന്ന അനുദാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ തയ്യാറാവുന്ന നിലയിലേക്ക് നാടിന്റെ യുവത മാറണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വവും ഇതുപോലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസ് രൂപീകരിച്ചതിന്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്കാണ്. ഗാന്ധിജിയുടെ പേരും പറഞ്ഞാണല്ലോ അവരിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മാല കൊണ്ട് മാത്രമാണല്ലോ ഈ നാട് ഭരിക്കുന്ന നിലയിലേക്ക് ഒരു കുടുംബം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു കുടുംബം മാറിയത് അല്ലേ. അവര് പോലും ഈ നിലയിലേക്കുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടന എല്ലാ വർഷവും കൃത്യമായി ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഓരോ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻ പദ്ധതികൾ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പൊ ഇനിയും ഗാന്ധിജി സ്വപ്നം കണ്ട രാജ്യം എന്ന് പറയുന്നത് മതേതരത്വ രാഷ്ട്രമാണ്. ആ മതേതരത്വം സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ ഇന്ത്യ എന്നുള്ളത് കൂട്ടായ്മയെ പണ്ട് നമ്മൾ എങ്ങനെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ തുടർന്ന് ഈ നാട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ആ നിലയിലേക്കുള്ള പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് നമുക്ക് യുവജനങ്ങൾക്കിടയിൽ യുവതയ്ക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ യുവജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്മൃതി സംഗമം ഇവിടെ സംഘടിപ്പിച്ച ഈ മേഖലാ കമ്മിറ്റി ഭാരവാഹികളെയും മേഖലാ കമ്മിറ്റിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ
രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി ചാല ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എം മണികണ്ഠൻ സഖാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള അസ്കർ, ഈ ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവും CITയുടെ നേതാവുമായിട്ടുള്ള സഖാവ് വി സുന്ദർ, മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അനൂപ്, ഏരിയ കമ്മിറ്റി അംഗം വിജയ്, മറ്റു പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിൽ എമ്പാടുമുള്ള മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനമായ ജനുവരി മാസം 30-ാം തീയതി ഗാന്ധി സന്ദേശം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ മുൻകാലങ്ങളിൽ പോലെ തന്നെ ഈ വർഷവും നടത്തുകയാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊന്നതല്ല എന്നുള്ള, ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ല എന്നുള്ളതും അടക്കമുള്ള കള്ളപ്രചരണങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെൻറ് നടത്തുമ്പോൾ വസ്തുതകൾ ജനങ്ങളെ മുമ്പ് എത്തിക്കുക എന്നുള്ള എക്കാലത്തെ പുരോഗമന പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനയും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒത്തുചേരൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സുന്ദർ ഇവിടെ സൂചിപ്പിച്ചു, പെൻഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഇന്ന് സർക്കാർ ആസ്പത്രികളുടെ കാര്യങ്ങൾ, പള്ളിക്കൂടങ്ങൾ, സ്കൂളുകളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിലല്ലാതെ മറ്റേത് സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നതാവട്ടെ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനത്തിൽ പഠനം നടത്തുന്നതും അതോടൊപ്പം തന്നെ രാവിലെ നമ്മൾ സ്കൂളിൽ പോകുക എന്നുള്ളത് മാത്രമാണ്. വീട്ടിൽ നിന്ന് കുട്ടികളെ ഇറക്കി നമ്മൾ സ്കൂളിൽ കൊണ്ട് വിടുക എന്നുള്ളത് മാത്രമാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്. രാവിലത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം, അതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങൾ അടക്കമുള്ള സംവിധാനത്തോടുകൂടിയാണ് ഈ ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും ഇന്ന് നമ്മൾ മുൻകാലങ്ങളിൽ കാണുന്ന സംവിധാനമല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എനിക്കും അതാണ് സൂചിപ്പിക്കാനുള്ളത്. വർഗീയവാദവും വിഘടനവാദവും എല്ലാം തന്നെ രാജ്യത്ത് അഴിച്ചുവിട്ട് ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കേരള ജനതയെ, ഇന്ത്യ ജനതയെ, മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഭിന്നിച്ച് നിർത്തുക എന്നുള്ള ഗൂഢതന്ത്രമാണ് നരേന്ദ്രമോദി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് പാഠപുസ്തകങ്ങളിൽ തന്നെ മഹാത്മാഗാന്ധി അല്ല രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഈ കേന്ദ്ര നേതൃത്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നെല്ലാം തന്നെ ഇന്നിപ്പോൾ തീരുമാനിക്കുന്ന സ്ഥിതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ചാല മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സായാഹ്നം, മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനമായിട്ടുള്ള ജനുവരി മാസം 30-ാം തീയതി ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഈ സായാഹ്നത്തിന് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, നിർത്തുന്നു. ഈ അനുസ്മരണ ദിനത്തിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയുടെ ചാല ബ്ലോക്ക് കമ്മിറ്റി അംഗം സഖാവ് വിജയ് ക്ഷണിച്ചുള്ളൂ.
ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നിലവിൽ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഡിവൈഎഫ്ഐ ഒരുപക്ഷെ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മറ്റ് യാതൊരു സംഘടനകളും ഏറ്റെടുക്കാത്ത ഒരു പരിപാടിയായി രാജ്യത്തിൻ്റെ മഹാത്മാവിൻ്റെ രക്തസാക്ഷിത്വത്തെ തെരുവോരങ്ങളിൽക്കകത്തേക്ക് ഒരു സായാഹ്ന സന്ധിക്കകത്ത് മയക്കുവെച്ച് രാഷ്ട്രീയം പറയുമ്പോൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ചരിത്രം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാഥുറാം വിനായക് ഗോഡ്സെ എന്നറിയപ്പെടുന്ന RSSന്റെ പ്രവർത്തകനായിട്ടുള്ള ആള് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോഴും ഗാന്ധിജി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദ്യചിഹ്നമായി മാറുന്ന കാലഘട്ടത്തിനകത്ത് ഡിവൈഎഫ്ഐ ഇത്തരത്തിലേക്ക് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ മഹാത്മാവ് 982 ഗാന്ധി സിനിമയിലൂടെയാണ് രാജ്യം തിരിച്ചറിയുന്നത് എന്ന് പറയുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുന്ന സമയത്താണ് ഈ പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ പരിപാടിക്ക് നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിന് ഇവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന ഡിവൈഎഫ്ഐയുടെ ചാല മേഖലാ പ്രസിഡന്റ് സഖാവ് അസ്കർ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് സെക്രട്ടറി കൂടിയിട്ടുള്ള സഖാവ് സുന്ദർ അടക്കം ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് മണികണ്ഠൻ, അനൂപ് അടക്കം ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരും ഡിവൈഎഫ്ഐയുടെ ചാല മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു.